ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ പാൽപ്പൊടി ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 5 ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാവേ. മിക്സ് ചെയ്യുമ്പം ചെറിയൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി വേണം നമ്മളിത് റെഡിയാക്കിയിട്ടെടുക്കാൻ. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഒന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ബോൾസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാകും. നല്ല ജ്യൂസി ആയിട്ടുള്ള അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ മറക്കാതെ തന്നെ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.